ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർച്ച് 2026 എങ്ങനെ എന്നുള്ളതാണ് ഈ റീഡിങ്ങിനെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാർച്ച് മാസത്തിലേക്കുള്ള ടാരോ മന്ത്ലി ഗൈഡൻസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോലെ 3 ചാംസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2ന്റേത്, ഇത് ഗ്രൂപ്പ് 3ന്റേത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മാർച്ച് മാസം എങ്ങനെയാകും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനറൽ എനർജിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് എനർജി എന്താണെന്ന് ആദ്യം നോക്കുന്നു. അപ്പം പൊതുവെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഗ്രൂപ്പ് 1ന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, ഒരു ലെവൽ ഓഫ് ഇമ്മച്യൂരിറ്റി എനിക്ക് കാണുന്നു. അതായത് എസ്പെഷ്യലി ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ജനറൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, ആ ഒരു ഡിസിപ്ലിൻ്റെ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. നിങ്ങൾക്ക് എന്താ പറയുക, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു സംതൃപ്തി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളിങ്ങനെ ഇത് മാത്രമല്ല ഇനിയും വേണം, അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. പിന്നെ എന്താ പറയാ, ഒരു വിക്ടിം മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് കൂടുതൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിവൈൻ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, മറ്റെല്ലാവരുടെയും ലൈഫ് നന്നായി പോകും, ഇങ്ങനെ കമ്പയർ ചെയ്ത് ഒരു വിക്ടിം മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലാണ് കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ലെവൽ ഓഫ് ഇമ്മച്യൂരിറ്റി. ഓക്കെ, ഇപ്പോൾ ലൈഫിൽ കുറച്ച് സീരിയസ് ആവേണ്ട സമയമാണ്, പക്ഷെ ആ സീരിയസ്നെസ് നിങ്ങൾ കാണിക്കുന്നില്ല. ഇനി മാർച്ച് 2026 ഗ്രൂപ്പ് 1ന്റെ ലൈഫിലെ ഒരു ജനറൽ എനർജി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൂടുതൽ ഒരു ബാലൻസ് ഹാർമോണിയസ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എന്താ പറയുക, ഡിസേർവിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ, ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ലക്ക് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു ഭാഗ്യത്തിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് കൂടുതൽ നടക്കുക, ഓരോ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാം, കുറെ കൂടി അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്താ പറയാ, പല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു മാസം കൂടിയാണ് മാർച്ച് മാസം. നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഈ പറയുന്ന പോലെ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതിന്റെ ഒരു സാധ്യതയെ നമുക്ക് കാണാനുണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു സ്ട്രെസ്ഫുൾ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നതിന് പകരം
ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാനും ഒരു സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അത് ഇവിടെ ഹീലിംഗ് സംഭവിച്ചിട്ടില്ല, ഡബിൾ എനർജി അവിടെ ഉണ്ടല്ലോ. അപ്പൊ ലൈഫിൽ ഇപ്പോഴുള്ള ചില അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺസ് അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീവ് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. കൂടുതൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്, അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നു അങ്ങനെ തോന്നാതെ ഈശ്വരൻ കൂടെയുണ്ട്, ഡിവൈൻ സപ്പോർട്ട് എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ എനിക്ക് തന്നെ നേരിടാവുന്ന അല്ലെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂസ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്ഥിതി മാറണം. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ മാറുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നതിനും ലൈഫിൽ കൂടുതൽ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനുമായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കുക. അതിന്റെ ഒരു എന്താ പറയാ, അത് അക്നോളജ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോഴേ പറ്റൂ. മാത്രമല്ല ഈ പറയുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനോ ഓവർ തിങ്കിങ്ങോ ഇല്ലാതെ ആ വരുന്ന എനർജീസിനെ സ്വീകരിക്കുന്നതിനും അതുമായി മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് അത് കൂടുതൽ സഹായകമാകും. ഓക്കെ, ബി ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്നു. പിന്നെ നേരായ വഴി കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്ട് കട്ട് പലതും ഉപദേശിക്കാനൊക്കെ വരും, ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വാല്യൂസ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾസ് അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഒരിക്കലും അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നു, പിന്നെ മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 1ന്റെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് എനർജി, അവർ കരിയറിൽ ഗ്രൂപ്പ് 1ൽ പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കറണ്ട് എനർജി എന്താണ്? Clarify the King of Swords. Clarify the King of Swords. Clarify the Eight of Swords. കരിയറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു നല്ലൊരു സ്റ്റേബിൾ പൊസിഷനിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. നിങ്ങളൊന്നില്ലെങ്കിൽ റീസെന്റ് നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ സംഭവിച്ചിരിക്കാം, സാലറിയിൽ ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും കരിയറിൽ നിങ്ങളൊരു വളരെ സ്റ്റേബിൾ സെക്യൂർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ വളരെ ഒരു ഹാപ്പി എനർജിയിലാണ്, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നു, നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആയിരിക്കുന്നു, അതിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ റിവാർഡ്സ് നിങ്ങൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ ഹെൽത്തി ബൗണ്ടറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഓൺ പവറിൽ തന്നെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു എനർജിയാണ് കറന്റ് നമുക്ക് കാണാനുള്ളത്. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. മാർച്ച് 2026 ഗ്രൂപ്പ് 1ന്റെ കരിയർ എങ്ങനെയാകും? ഓക്കെ, ഈ ബീൽ ഓഫ് ഫോർച്യൂൺ എനർജി നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. സം സോർട്ട് ഓഫ് ഗുഡ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഈ ഗുഡ് ന്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിന് ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ആ ന്യൂസിനെ സ്വീകരിച്ച് അതിൽ എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ എടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അത് എടുക്കുമ്പോൾ പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്കൊരു ടവർ മൊമെന്റ് എനർജി ഫീൽ ചെയ്യുക. എന്തായാലും അഗെയിൻ ആ ഒരു അൺഎക്സ്പെക്ടഡ് എനർജി, അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച്, നമുക്ക് അങ്ങനെ പറയാം, ഒരു ചേഞ്ച് ഓക്കെ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നുണ്ട്. ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ് ആണ് എന്ന് കാണുന്നു. നിങ്ങൾ അവിടെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക ചോയ്സ്. ഓക്കെ, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക, അല്ലാതെ അതിനൊരു തരത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം പിന്നെ സ്ഥിതിഗതികൾ കുറച്ച് വഷളാവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ എനർജി അത് വരുന്ന അനുസരിച്ച് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ, വൈകാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇത് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആണ്, നിങ്ങൾക്ക് ആക്ച്വലി ഇത് നല്ല കാര്യമാണ് സംഭവിക്കണേ എന്നുള്ളത്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അനാവശ്യമായിട്ടുള്ള ചില എനർജീസ് ഇപ്പൊ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ എനർജറ്റിക്കൽ സ്പേസിൽ ചില എനർജീസ് ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ല. കരിയറിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർ കൂടെ ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ എനർജീസ് കൂടെ ഉണ്ടാകാൻ പാടില്ല.
അപ്പോ ഈ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എനർജീസിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് അതാണ് ചെയ്യുക. ഓക്കെ, അത് അപ്രതീക്ഷിതമായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വേദന ഉണ്ടാക്കാം. ഓക്കെ, കാരണം നിങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആയിരിക്കാം ഇമോഷണലി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ നല്ലതിനാണ്. ഇത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു. പക്ഷെ ഇതിലൂടെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കുറേം കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് എത്തുക. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ പ്ലസന്റ് ആയിട്ടൊരു എനർജിയിലാണ്. പക്ഷെ അതിനേക്കാൾ നല്ലൊരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഉയർച്ചയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അത് വരുന്ന രീതി, വരുന്ന സമയമൊക്കെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. നിങ്ങളെ അതൊന്ന് സർപ്രൈസ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണ്. എന്ത് തന്നെയാണോ സംഭവിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കറണ്ട് എനർജി നോക്കാം. പിന്നെ മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും നോക്കാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ന്റെ കറണ്ട് എനർജി എന്താണ്? Clarify the Four of Wands. Clarify the Four of Wands. Clarify the Eight of Cups. ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ ഫൈനാൻഷ്യൽ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ആണ്. തന്നെയാണ് നമുക്ക് ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും കാണുന്നുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളൊരു എന്താ പറയുക, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിലാണ്, സാമ്പത്തിക സ്ഥിതിയിലാണ് നിങ്ങളിപ്പോ. ഓക്കെ, നമുക്ക് എനർജി അങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾ അത്രയും നാൾ നിങ്ങൾക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ. ഓക്കെ, അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കുന്നു, പുറത്ത് കടക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ത്രൂ, ഒരു ഫ്രഷ് ന്യൂ ചാപ്റ്ററിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങളുടെ കരിയറിൽ, സാമ്പത്തിക സ്ഥിതിയിൽ. ഓക്കെ, ഒരു അപ്ഗ്രേഡ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയില്ലേ, ആ ഒരു അപ്ഗ്രേഡിംഗ് പ്രോസസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത്. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് നോക്കാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ന്റെ മാർച്ച് 2026 എങ്ങനെയാകും? ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ട് നിങ്ങൾ എത്തിച്ചേരുന്ന ആ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റം, അത് നിങ്ങളുടെ ന്യൂ പെർമനന്റ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രോഗ്രസ് സ്റ്റേജിലാണ്, ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് അത് അനുഭവത്തിൽ വരുന്നുണ്ടായിരിക്കും. എന്തായാലും മാർച്ച് മാസത്തിലാകുമ്പോൾ ഈ പറയുന്ന മാറ്റം സംഭവിച്ചു, അതിന്റെ ഫുൾ സ്വിംഗിൽ അത് സംഭവിച്ചു. അത് നിങ്ങളുടെ പെർമനന്റ്, പുതിയ പെർമനന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് അത് മാറുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾസ്, എന്തൊക്കെയാണ് നിങ്ങളെ എന്താ പറയണ്ടേ, സ്ട്രെസ് ചെയ്യുന്നത്, ഇപ്പൊ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സ്ട്രെസ്, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണുന്നു. കുറേം കൂടെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്കാണ് എത്തുന്നത്. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസിന് യാതൊന്നിനും കുറവില്ല. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന, ഫൈനാൻഷ്യലി മെറ്റീരിയൽ വെൽത്ത് വൈസ് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കുറേം കൂടി നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിലെ മാർച്ച് മാസത്തിലെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് സ്ട്രെസ്ഡ് ആവരുത്, ഓവർ തിങ്ക് ചെയ്യരുത്. ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേം കൂടെ അയ്യോ കൂടുതൽ പൈസ വന്നു, അപ്പൊ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം, അധികം ചെലവാക്കാൻ പാടില്ല എന്നൊക്കെ പിശുങ്ങി പിടിച്ച് ജീവിക്കാനൊക്കെ ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കാം. അത് പാടില്ല. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന പൈസ ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്. ഡിസിപ്ലിൻ വേണം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം, ദൂർത്ത് പാടില്ല. അത് നമുക്ക് ഇവിടെ ഫസ്റ്റിലേ നമ്മൾ കണ്ടു, ദൂർത്ത് പാടില്ല. പക്ഷെ അതിനർത്ഥം ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇതിനേക്കാളും താഴെ തട്ടിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനും പാടില്ല. ഓക്കെ, നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതനുസരിച്ച് നമുക്ക് എന്താ പറയുക, സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാവുന്ന അപ്ഗ്രേഡുകൾ, ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കണം. അത് അപ്പോഴാണ് നമ്മൾ ആ ഒരു ചേഞ്ച്, ആ ഒരു നല്ല മാറ്റത്തിനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നതായിട്ട് യൂണിവേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുക.
അപ്പൊ അതനുസരിച്ച് യൂണിവേഴ്സ് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ പൈസ കൂടുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ പിശുങ്ങി പിടിച്ച് ജീവിച്ചാലോ നമ്മുടെ ഉള്ള പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ പൈസ ഉണ്ടാവൂല. ഓക്കെ, ഇവൻച്വലി നമ്മൾ ആ പിശുങ്ങി പിടിച്ച് ജീവിച്ച ആ സാഹചര്യം ഉണ്ടല്ലോ, അത് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. അത്രയും പൈസ നമുക്ക് ഉണ്ടാവുള്ളൂ കയ്യിൽ. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഓവർ തിങ്കിങ് പാടില്ല, ആൻഷ്യസ് ആവരുത് എന്ന് പറയുന്നു. ഫ്രീ ആയിട്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം ഡെഫിനറ്റ്ലി. പക്ഷേ ലൈഫ് സ്റ്റൈലിൽ അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരിക, ആ ഒരു ചേഞ്ചിനെ അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ലവ് ലൈഫിലെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അണ്ടർലൈങ് എനർജി നമുക്ക് 2 ഓഫ് സോർട്സ് കിട്ടുന്നു. കുറച്ചൊരു ആൻസൈറ്റി, കുറച്ചൊരു ഓവർ തിങ്കിങ്, അത് എല്ലാവർക്കും കാണുന്നില്ല. ഞാൻ കുറച്ചെടുത്ത് പറയാം. സിംഗിൾ ആയിട്ടുള്ളവർക്ക്, ഓക്കെ, നിങ്ങൾ ഓൾറെഡി സിംഗിൾ ആണ്, നിങ്ങൾക്ക് അതിന് റിലേഷൻഷിപ്പ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് വേണം, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് കുറെ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നു. ആ തെറ്റിദ്ധാരണകളെ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരു ആൻസൈറ്റി, ഒരു ആൻഷ്യസ് എനർജി എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചിങ്ങനെ അത് ആഗ്രഹമുള്ള കാര്യമാണ് അതെ, പക്ഷെ അതിലേക്ക് ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഓക്കെ, കാരണം അയ്യോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവോ, ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് അതിലൂടെ ഇഷ്യൂസ് ഉണ്ടായാലോ, അങ്ങനത്തെ ഒരു ചിന്ത വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക്, അതായത് റിലേഷൻഷിപ്പിലായിരിക്കാം, മാരീഡ് ആയിരിക്കാം, കമ്മിറ്റഡ് ആയിട്ടുള്ളവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ എന്താണ് ഈ ഒരു ലൈഫിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ ഫാമിലി ലൈഫ്, ഈ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ്, എന്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്, ഓക്കെ, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ഈ ലൈഫിൽ കറന്റ് ഉണ്ടാകേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം, എന്തൊക്കെ കാര്യങ്ങളിൽ വ്യത്യാസം വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം. നിങ്ങളിപ്പോൾ കുറേ കൂടെ കോൺഫിഡന്റ് ആവുകയാണ്. ഓക്കെ, അതായത് ഓക്കെ ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കമ്മിറ്റഡ് ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എനിക്ക് എൻ്റെ പാർട്ട്ണറോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം, അതിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസ്, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ കൂടുതൽ ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ശ്രമം എടുക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്. മാത്രമല്ല നിങ്ങൾക്ക് സ്വയം ആ ഒരു വ്യക്തതയുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, ഈ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു വ്യക്തതയുണ്ട്. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇനി മാർച്ചിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട മാർച്ച് 2026 എങ്ങനെയായിരിക്കും? ഓക്കെ, സിംഗിൾസ്, നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ നിങ്ങൾ കുറെ കൂടി ഇമോഷണലി സ്റ്റേബിൾ ആവണം, ഇമോഷണലി മെച്ചോർ ആകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ അനാവശ്യ ചിന്തകളിൽ വിശ്വസിച്ച് പോവാതെ അല്ലെങ്കിൽ അതിലിങ്ങനെ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് മാറുന്നുണ്ട്. നിങ്ങൾ വളരെ പക്വതയോടുകൂടെ നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ഇമോഷണൽ മെച്ചോറിറ്റി വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എനർജറ്റിക്കലി റെഡി ആകുന്നുണ്ട് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന്. ഓക്കെ, അപ്പൊ ഇപ്പോൾ സിംഗിൾ സ്റ്റാറ്റസ് ഉള്ള എല്ലാവർക്കും ഈ റീഡിംഗ് ബാധകമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ഭയങ്ങൾ, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോയി നിങ്ങൾ വളരെയധികം ഇമോഷണലി മെച്ചോർ ആയിട്ട് ഇമോഷണലി നിങ്ങൾ അവൈലബിൾ ആകുന്നു, സ്റ്റേബിൾ ആകുന്നു.
അതുപോലെ തന്നെ നിങ്ങൾ റെഡി ആവാണ്, മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാകുന്നു ഈ ഒരു കണക്ഷന് വേണ്ടി, ഈ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണ്. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ മാരീഡ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണോ, നിങ്ങൾ അത്രമേൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താണോ, അത് അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ആ റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ അത് അവസാനിക്കുന്നതായിട്ട് കാണുന്നു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതല്ല, ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി ആ ക്ലാരിറ്റി വരുന്നു, അങ്ങനെ ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിക്കുന്നു. അങ്ങനെ ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും വളരെ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മാർച്ച് മാസത്തിൽ സാധിക്കുക. ഓക്കെ, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഷിഫ്റ്റ് ഉണ്ടാകുന്നതായിട്ട്, പെട്ടെന്ന് തന്നെ ഈ എൻഡിങ് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന, സിംഗിൾസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഷിഫ്റ്റും അത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. ഓക്കെ, എനർജിയുടെ ഫ്രീക്വൻസി കുറച്ച് എന്താ പറയാ, ആ ഒരു സ്പീഡിലായിട്ട് ആണ് കാര്യങ്ങൾ സംഭവിക്കുക. നിങ്ങൾ കുറേം കൂടെ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് വരുന്നു. നിങ്ങൾ കുറേം കൂടെ ബ്രേവ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് ആയിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ലവ് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കുടുംബ ബന്ധങ്ങളിലത്തെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നു. ആദ്യം ഗ്രൂപ്പ് 1ന്റെ കുടുംബ ബന്ധങ്ങളിലെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ഒരു ഡിവൈൻ അലൈൻമെന്റ്, ഡിവൈൻ യൂണിയന്റെ സ്ട്രോങ് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അത്രയും അറിയാവുന്ന, നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരു എന്താ പറയേണ്ട ഒരു അവരുടെ ലൈഫിൽ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കണം. അവരൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു ഡിവൈൻ അലൈൻമെന്റ് അവിടെ നടക്കുന്നുണ്ട്, ആ ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ്, കാര്യങ്ങൾ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ലൈഫ് വളരെയധികം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയുക, റിലയബിൾ ആയിക്കൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുറേ കൂടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറെ ഹാപ്പിനെസ്, വളരെ സന്തോഷം നിറഞ്ഞ സമയങ്ങൾ, ഓക്കെ, കുറെ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. വളരെയധികം ഒരു സ്നേഹവും സമത്വവും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജി ഫാമിലി ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇപ്പൊ ഒരു കാർന്നോർ സ്ഥാനത്തുള്ള ഒരാൾ, ഓക്കെ, അങ്ങനെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകണേല് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോ ആയിരിക്കുന്നത്. ഓക്കെ, എന്തോ സം സോർട്ട് ഓഫ് ഗുഡ് തിങ് ഈസ് ഹാപ്പനിങ്. നിങ്ങളുടെ ഫാമിലി ലൈഫിലെ കുടുംബത്തിൽ എന്തോ നല്ലൊരു കാര്യം, പ്രധാനപ്പെട്ടത് എനിക്ക് ഡിവൈൻ യൂണിയൻ എന്നാ കിട്ടണേ. ഓക്കെ, നിങ്ങൾക്ക് അത് നിങ്ങളുടേതാണെന്നല്ല എനിക്ക് കിട്ടണേ കേട്ടോ. ഇതൊരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് അത്രയും അടുത്ത ഒരാളുടെ മാരേജ് അല്ലെങ്കിൽ ഒരു മാരേജ് റിലേറ്റഡ്, ഓക്കെ, എൻഗേജ്മെന്റോ മാരേജോ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഡിവൈൻ യൂണിയൻ ആണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് യൂണിവേഴ്സ് കണ്ടെത്തിയിട്ടുള്ള ഒരാളെ തന്നെയാണ് ഈ വ്യക്തി ലൈഫിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഭാഗമാവണം. അതൊരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നിങ്ങൾ അതിന്റെ ഭാഗമാകാണ് എന്ന് കാണുന്നു. അതുപോലെ റിലേഷൻഷിപ്പ് ഒക്കെ കുറേം കൂടെ ഫാമിലി, അതായത് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ കുറേം കൂടെ സ്ട്രോങ് ആകുന്നു, സ്റ്റേബിൾ ആകുന്നു. ഓക്കെ, ലോങ് ടേമിലേക്ക് അത് പോകുന്നു. അതായത് കുറച്ചും കൂടെ ഒരു കമ്മിറ്റ്മെന്റ്, ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പറഞ്ഞ കുറെ ഹാപ്പി ആയിട്ടുള്ള വളരെ ഒരു പ്ലസന്റ് എനർജി, അതാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. മാർച്ച് 2026 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ട കളക്ടേഴ്സിന്റെ കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത? ഓക്കെ,
കുറേയും കൂടെ ഇതുപോലെ തന്നെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് എല്ലാവരും ഈക്വലി ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു കണക്ഷൻ, ഫാമിലിയിലെ ഇടയിലുള്ള ഈ ബോണ്ടിങ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതിന്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വളരെയധികം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹവും സ്നേഹത്തിന് ഈഗോയേക്കാൾ മുകളിൽ സ്നേഹത്തിനും ആ ഒരു റിലേഷൻഷിപ്പിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ആയിരിക്കണം. ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ഒരു കണക്ഷൻ, ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതുപോലെ ആയിരിക്കണം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഒരു ആഗ്രഹം പോലെ. പക്ഷെ അത് യൂണിവേഴ്സ് കൃത്യമായി കേട്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. വളരെയധികം ഒരു എന്താ പറയാ, ഒരു നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് വളരെയധികം സ്ട്രോങ് ആകുന്നു. ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കുടുംബത്തിലെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്നു. ആ ഒരു സ്നേഹം, ഓക്കെ, എല്ലാവരുടെയും ഒരു സ്നേഹം സപ്പോർട്ടും ഒക്കെ ജെന്യുവൻ ആയിട്ടുള്ള ആ ഒരു സ്നേഹം സപ്പോർട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. മൊത്തം ഫാമിലിയിൽ തന്നെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകാനായിട്ട് സാധ്യത. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഇനി ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിലെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഫ്രണ്ട്ഷിപ്പിലുള്ള കറണ്ട് എനർജി എന്താണ്? Clarify the Princess of Cups. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടുതൽ സെക്യൂർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരാളുടെ അവരുടെ ഒരു എനർജി ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അവരായിരുന്നു ഗ്രൂപ്പിലെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ. അല്ലെങ്കിൽ അത് പോകുന്ന ഒരു പ്രോസസ്സിലാണെന്ന് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള കണക്ഷൻ കൂടുതൽ എന്താ പറയണ്ടേ, സെക്യൂർ ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ പരസ്പരം വളരെ പ്രൊട്ടക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ഫാമിലി പോലെ നിങ്ങൾ പരസ്പരം അടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇപ്പോൾ കറന്റ്ലി ഉള്ളത്. ഓക്കെ. വളരെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരുപാട് നല്ല നല്ല വാർത്തകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒരുമിച്ചായിട്ട് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെ അവസരം കിട്ടുക, അങ്ങനെ ചില സെലിബ്രേഷൻസിന്റെ ഒക്കെ ഭാഗമാകുക. ഓക്കെ. അതൊക്കെ നിങ്ങളുടെ കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി മാർച്ച് 2026 ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട്, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ന്റെ മാർച്ച് 2026 എങ്ങനെയാകും? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില സെപ്പറേഷൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ചില സെപ്പറേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഡെസ്റ്റിൻഡ് ആണ്, ഡിവൈൻ പ്ലാൻ പ്രകാരമാണെന്ന് മനസ്സിലാക്കുക. അതിനെ അനുവദിക്കുക. മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് തന്നെയാണ്. ഓക്കെ. ആക്ച്വലി അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പ്രോഗ്രസ് ആണ് കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രോഗ്രസ് ആണ് ഉണ്ടാവുക. അതിനർത്ഥം ഇവര് മോശമായിരുന്നു, ഇവരുണ്ടായിരുന്നുകൊണ്ട് നടന്നില്ല എന്നല്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റില് നിങ്ങൾ ഓരോരുത്തരും വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഫോർ യു, ഓക്കെ, നിങ്ങൾക്ക് മെയിൻ ആയിട്ടും നിങ്ങളുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെസ്റ്റിൻഡ് ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു സെപ്പറേഷൻ. ആ സെപ്പറേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ആ സെപ്പറേഷനിലൂടെയാണ് അനാവശ്യമായിട്ടുള്ള പല എനർജീസിൽ നിന്നും നിങ്ങളുടെ ഒരു ക്ലെൻസിങ് സംഭവിക്കുന്നുണ്ട് ആ ഒരു സെപ്പറേഷനിലൂടെ. ഓക്കെ. അപ്പോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കുക കൂടെയാണ്, അതിൽ നിന്ന് നിങ്ങളൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റിലേക്കാണ് കടക്കുന്നത് ഈ ഒരു സെപ്പറേഷനിലൂടെ. അപ്പൊ ആ സെപ്പറേഷൻ നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് ചോദിച്ചാൽ യെസ്, അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കും, ഇവൻച്വലി നിങ്ങൾ മനസ്സിലാക്കും, ഓക്കെ, അന്ന് അങ്ങനെ സെപ്പറേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യില്ലായിരുന്നു,
അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഗ്രോത്ത് എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ലെവൽ ഓഫ് സക്സസ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. മനസ്സിലായോ? അഗൈൻ അൺഎക്സ്പെക്റ്റഡ് ആണ്, പക്ഷെ നിങ്ങളുടെ നല്ലതിനാണ്. ഇത് നിങ്ങളുടെ ഒരു ഗ്രേറ്റർ വിഷ് ഫുൾഫിൽമെന്റിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ് ഈ സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ മാർച്ച് മാസത്തെ കുറിച്ച് നമുക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള എന്താ പറയണ്ടേ സന്ദേശങ്ങൾ. ഇനി നിങ്ങളുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 1-മായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്, അവരുടെ മാർച്ച് 2026 ടാരോ മന്ത്ലി ഗൈഡൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആഴ്ച എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴോ എന്തെങ്കിലും ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടണം ഏത് ദിവസം ഇന്റർവ്യൂ വേണം എന്നുള്ളത് അവർ ചോദിക്കുകയാണെങ്കിൽ ബുധനാഴ്ച അവൈലബിൾ ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. പുതിയത് എന്തായാലും പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബുധനാഴ്ച തിരഞ്ഞെടുക്കുക. ബുധനാഴ്ച നിങ്ങൾക്ക് പൊതുവെ ലക്കി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ്, ആഴ്ചയായിട്ടാണ് എനിക്ക് മാർച്ച് മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ 5, 20, 24, 27 ഇത്രയും തീയതികൾ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ഇനി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ രേവതി അല്ലെങ്കിൽ ഭരണി നിങ്ങളുടെ ജന്മനക്ഷത്രമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനിഷ്യൽസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. ല, ഢ, ഹ, വ. ഓക്കെ, ഇത്രയുമാണ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം, എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ സുന്ദരമായ, വളരെ നല്ല ഒരു മാർച്ച് 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മാർച്ച് മാസം എങ്ങനെയാകും എന്നുള്ളത്. അപ്പോൾ ആദ്യം ജനറൽ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതുവെ മാർച്ച് എങ്ങനെയായിരിക്കും, അതിനു മുൻപ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കുന്നു. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എന്താണ്, കറണ്ട് എനർജി എന്താണ്? Clarify the figure cups. Clarify the figure cups. ഓക്കെ, കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ഒരു പ്ലസന്റ് ഫീലിംഗ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന, ഓക്കെ, ആനന്ദം തരുന്ന സാഹചര്യങ്ങളുടെ ഭാഗമാകാൻ, ഒക്കേഷൻസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ അത് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. നിങ്ങളുടെ ഒരു മൂഡ് അത് എന്താ പറയാ നല്ലൊരു പ്ലസന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമോഷണൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു കൂട്ടുകെട്ടൊക്കെ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന മാറ്റങ്ങളെ സ്വീകരിച്ച് ലൈഫ് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ഫുൾ എനർജി. ഓക്കെ, ഭാവിയെ കുറിച്ച് ആശങ്കയില്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ചിന്തകളുമില്ല, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്.
ഇനി മാർച്ച് മാസത്തിൽ, മാർച്ച് 2026 പൊതുവെ ഗ്രൂപ്പ് 2ന്റെ ഒരു എനർജി എങ്ങനെയായിരിക്കും? മാർച്ച് 2026 ഗ്രൂപ്പ് 2ന്റെ എനർജി പൊതുവെ എങ്ങനെയായിരിക്കും? Clarify for Pentacles. ഓക്കെ, നമുക്ക് അണ്ടർലൈങ് എനർജി കിങ് ഓഫ് കപ്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾ വളരെയധികം ഒരു ഹെൽത്തി ബൗണ്ടറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു സാധ്യത നമുക്ക് കാണാനുണ്ട്. അവര് എന്താ പറയാ, അല്ലെങ്കിൽ ആ വ്യക്തിനെ കണ്ടുമുട്ടാൻ ഒരു സാധ്യത ഈ ഒരു മാർച്ച് മാസത്തിൽ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫെബ്രുവരിയിൽ ഓൾറെഡി കണ്ടുമുട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത് മാർച്ചിലേക്ക് എത്തുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ മാർച്ച് മാസത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, ആ ഒരു എന്താ പറയണ്ട ആ ഒരു കണക്ഷനോട് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, പണ്ടത്തെ പോലെ, പണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അതിനോടൊരു ഗാർഡഡ് എനർജി ആയിരുന്നു. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ പെട്ടെന്നൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ അത് മാറി നിങ്ങൾ കുറേ കൂടി ഇമോഷണലി മെച്ചുവർ ആയിട്ട് ഈ കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ സ്വയം, അതായത് സെൽഫ് കെയർ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നിങ്ങൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് ആ ഒരു എനർജി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ബൗണ്ടറീസും നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നുണ്ട്. അതായത് നിങ്ങളതങ്ങനെ എല്ലാവരെയും അറിയിക്കുന്നൊന്നുമില്ല. നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. അത് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കാതെ നിങ്ങൾ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് പോകണം. ചിലപ്പോൾ എന്താ മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കണേ, അങ്ങനെയൊന്നും. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, എൻജോയ് ചെയ്ത് പോകുന്നു, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ ഒരു ഗൈഡൻസ് ഉണ്ടാവുന്ന ഒരു സമയമായിട്ട് മാർച്ച് മാസം കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ ഈശ്വരൻ ഉണ്ടാകുന്ന ഒരു പ്രതീതി അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരാനും പല കാര്യങ്ങളിലൂടെ അനുഭവത്തിൽ വരാനും സാധ്യത കാണുന്നു. പ്രധാനമായിട്ടും ഈ ഒരു വ്യക്തിയുടെ കടന്നുവരവ്, ഓക്കെ, സിംഗിൾ ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ ഒരു കടന്നുവരവ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനോട് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുക. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ എനർജറ്റിക്കലി ആയിരിക്കും ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്നത് മാർച്ച് മാസത്തിൽ. നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ലവ് ലൈഫിനെ കുറിച്ച് അങ്ങനെ സീരിയസ് ആയി ചിന്തിക്കാത്ത ഒരാൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിലേക്ക് വേണ്ടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിനെ അട്രാക്ട് ചെയ്യാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുന്നു, അങ്ങനെ. അപ്പൊ അതിനോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആവുന്നതിന്റെ സൈൻ ആണ് അതൊക്കെ. ഓക്കെ, നിങ്ങൾ കുറെ കൂടി ഇമോഷണലി സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ എനർജറ്റിക്കലി, പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾ സിംഗിൾ അല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ബ്ലെസ്സിങ്സ്, ഓക്കെ, ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ സ്വീകരിക്കുന്നതായിട്ട്, ഓക്കെ, ആ വരുന്ന മാറ്റങ്ങളൊക്കെ അതിനൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ നിൽക്കുന്നതാണെങ്കിലും അത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ അതിനെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെയധികം ഇമോഷണലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് നിങ്ങളുടെ മാർച്ച് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2ന്റെ കരിയറിലെ കറണ്ട് എനർജി എന്താണ്? Clarify the set of views. Thank you. Clarify the 9 of Swords. ഓക്കെ, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കരിയറിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ. കുറച്ച്, അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. അത് ഇതുവരെയും നിങ്ങളുടെ എന്താ പറയണ്ടേ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പക്ഷെ അത് വരും, നിങ്ങൾ സക്സസ്ഫുൾ ആകും ലൈഫിൽ എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തോടെ, യൂണിവേഴ്സിലുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് പറ്റുന്ന ആക്ഷൻസ് ഒക്കെ എടുക്കുന്നു.
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രെസ്സും കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു ഇനി നടന്നില്ലെങ്കിലോ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായില്ലെങ്കിലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് അവെയർ ആണെങ്കിൽ നിങ്ങൾ അതിനെ മാക്സിമം അതിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും തോന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട്, റെസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു തോന്നല്, വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷെ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഇതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കരിയറിൽ ഇതുവരെ നടന്നിട്ടില്ല. അതിന്റെ ഒരു സ്ട്രെസ്, അത് നടക്കില്ല എന്നുള്ളൊരു പേടി, ആ ഒരു ഭയം, അതാണ് ഈ പുറത്തേക്ക് വരുന്ന ഈ ഒരു റെസ്റ്റ്ലെസ് എനർജി. കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഭാവിയെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് വഴികൾ, എന്ത് ചെയ്യണം, എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിട്ട് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വിട്ടുകളയാതെ ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റാവുന്ന ആക്ഷൻസ് എടുക്കാം. ബാക്കിയെല്ലാം യൂണിവേഴ്സ് എങ്ങനെ കൊണ്ടുവരുന്നു അതുപോലെ കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു ഇന്റൻഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2ന്റെ മാർച്ച് 2026 എങ്ങനെയാകും? Clarify the page of wands. Clarify the judgment. ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യത, ഈ ഒരു സ്വപ്നം ചിലപ്പോൾ നിങ്ങൾ ഈ അടുത്ത് കണ്ടതൊന്നും ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ വളരെ മുൻപ് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവും കരിയറിൽ ഇങ്ങനെ സംഭവിക്കണം എന്നൊക്കെ. അത് നിങ്ങൾക്ക് അത് ഒരു സ്വപ്നമായി തന്നെ ഇരിക്കും എന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അത്രയും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള ഒരു കാര്യമായിരിക്കാം. വളരെ എന്താ പറയാ, എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് എന്ന് തോന്നലുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് എന്തായാലും ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ആ ഒരു എനർജി അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിട്ടിരിക്കുക. കാരണം ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നതിലൂടെയാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ കരിയറിൽ തുടങ്ങുന്നത്. ഓക്കെ, അതിന്റെ ആ ടേണിംഗ് പോയിന്റിന്റെ വെരി ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഇത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വപ്നം കണ്ട, നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച ആ ഒരു പൊസിഷൻ കരിയറിൽ, ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് സഹായകമാകും എന്ന് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, അതായത് നിങ്ങളുടെ ആക്ച്വലി ഈ ഒരു കാര്യം ഇപ്പോഴും നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കണേ. പക്ഷെ നിങ്ങൾ അതിലേക്ക് ഇതുവരെയും ഫോക്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അത് ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചതാണ്. യൂണിവേഴ്സ് അത് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു മാറ്റം അത് നിങ്ങൾക്ക് എന്താ പറയുക, ഡിസേർവിംഗ് ആണ്. നിങ്ങൾ അത്രമേൽ ചാലഞ്ചസിലൂടെ കടന്നു പോന്നിട്ടുള്ള ഒരാളാണ്, അത്രയും ഒബ്സ്റ്റക്കിൾസിലൂടെ കടന്നു പോന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ആ ഒരു റെസിലിയൻസ്, നിങ്ങളുടെ ഒരു പെർസിസ്റ്റൻസ് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം കൊണ്ട് അതിന് അർഹതയുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് സ്വീകരിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോകുക. ആ ഒരു മാറ്റത്തിനെ സ്വീകരിച്ച ആ പുതിയ വഴിയിലൂടെ, യൂണിവേഴ്സ് കാണിച്ചു തരുന്ന പുതിയ വഴിയിലൂടെ മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യാസമായിരിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണുന്നു. അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഗുഡ് ന്യൂസ്, അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി ഫൈനാൻസുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2ന്റെ കറണ്ട് എനർജി. ഓക്കെ,
ഫൈനാൻസിൽ നിങ്ങൾ ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടുന്ന ഒരു എന്താ പറയാ, നിങ്ങളൊക്കെ ഒരു ലെവൽ ഓഫ് ഒരു സ്റ്റാറ്റസ്, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിന് പൂർണ്ണ അർഹതയുണ്ടെന്നുള്ളത്. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ എനർജീസിനും നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അടുത്ത് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ആ ഒരു പെർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു വളരെയധികം ആത്മവിശ്വാസത്തോടെ. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ നേടിയെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളായി തന്നെ നിന്നുകൊണ്ട്, നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ പ്രിൻസിപ്പിൾസും മോറൽസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു അത്യാവശ്യം നല്ലൊരു ഗ്രോയിങ് എനർജി, ഒരു വളരെ പ്രോഗ്രസീവ് എനർജിയാണ് ഫൈനാൻസിൽ കാണാൻ സാധിക്കണേ. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയാകും നമുക്ക് നോക്കാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 മാർച്ച് മാസം എങ്ങനെയാകും? ഓക്കെ, ഓക്കെ. ഇത് മാർച്ച് മാസത്തില് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു പുതിയ ഒരു വേർഷനിലേക്ക് നിങ്ങൾ കടക്കുന്നു. ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട്. ഒരുപാട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. ഒരുപാട് എന്താ പറയാ, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. നിങ്ങൾക്ക് കാര്യമായ പുരോഗതി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക്, ഓക്കെ, അടുത്ത നെക്സ്റ്റ് അപ്ഗ്രേഡഡ് ചാപ്റ്റർ അതിലേക്ക് നിങ്ങൾ കടന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം എന്താ പറയേണ്ടത്, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നെഗറ്റീവ് തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, കൂടുതൽ പൈസ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയം, അയ്യോ അത് നഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ കടന്നുകൂടാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ആൻഷ്യസ് തോട്ട്സ് വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ആവശ്യമില്ല. മനസ്സ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ നോക്കണം എന്ന് ഞാൻ പ്രത്യേകം കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ഡിസിപ്ലിനോട് കൂടെ ഫൈനാൻസിനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഉള്ള പൈസനെ നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാൻ ഇനിയും വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരുന്നതിന്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ സെക്യൂർ ഫൗണ്ടേഷൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നതിന്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ത്രൂ ഒരു ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നതിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്ലാനോടുകൂടെ, ഒരു വ്യക്തമായ പ്ലാനോടുകൂടെ പോകുന്നത് നിങ്ങൾക്ക് സഹായകമാകും. ഓക്കെ, ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒരുപാട് ഉയരങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. പൈസ ചെലവാക്കുന്നതിലും സേവ് ചെയ്യുന്നതിനും ഒക്കെ ഒരു കണക്ക് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോ ഗ്രൂപ്പ് 2ന്റെ കറണ്ട് എനർജി ലവ് ലൈഫിൽ എങ്ങനെയാണ്?
കറണ്ട് എനർജിയിൽ പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കാണുന്നു. പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നു. ആ റെസ്പെക്ട് ഒക്കെ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ട റെസ്പെക്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുന്നു. നിങ്ങളുടെ ഇന്റൻഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സ്ട്രോങ് ബൗണ്ടറീസ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നു. നോ പറയേണ്ടടുത്ത് നോ പറയുന്നു. ഓക്കെ, റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടേ ഉണ്ടാവില്ല ഈ ഒരു മൊമെന്റിൽ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നുണ്ടാകാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ സെപ്പറേഷനിലാണ്. നിങ്ങളിപ്പോ വീണ്ടും സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന എല്ലാ കാറ്റഗറിയും വരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാല് നിങ്ങൾ അർഹിക്കുന്ന ഒരു ലെവൽ ഓഫ് റിലേഷൻഷിപ്പ്, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഹെൽത്തി കണക്ഷൻ, അതിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആകർഷിക്കുന്നതിനായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും നിങ്ങളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ, നിങ്ങളോട് എങ്ങനെയാണോ എടുക്കുന്ന എഫേർട്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളമാണോ അത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും നൽകുന്നത്. അതിന് കൂടുതലോ കുറവോ അല്ല. ഓക്കെ, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾ എല്ലാ റിലേഷൻഷിപ്പിലും അത് അപ്ലൈ ചെയ്ത് കൊണ്ടുവരാണ്. കാരണം നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലവ് ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറും ആയിട്ടും ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു പോളിസി അതിങ്ങനെ എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിന് താഴെ നിൽക്കുന്ന ഒന്നിനെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അഗെയിൻ നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വളരെ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫ്, മാരീഡ് ലൈഫില് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, കുറച്ചും കൂടി ഒരു എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് കൃത്യമായി മനസ്സിലാക്കി വളരെ എന്താ പറയാ ഒരു ദിശയില്ലാതല്ല, കൃത്യമായിട്ട് ഐഡിയ ഉണ്ട് എന്ത് ആക്ഷൻസ് എടുക്കണം, എങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടു കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ വലിയൊരു സൂചനയാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ അത് ബെറ്റർ ആക്കുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൽ മാറ്റം കൊണ്ടുവരുന്നതിന് നിങ്ങൾ പരിശ്രമിക്കുന്നത്. അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്താണ് നിങ്ങൾക്ക് അർഹിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. മാർച്ച് 2026 ഗ്രൂപ്പ് 2ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും? ഓക്കെ, നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ നിങ്ങൾ കുറേം കൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ സെൽഫ് ലവിന്റെ ഒരു എന്താ പറയാ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ പീക്ക് പോയിന്റിൽ നിങ്ങൾ എത്തുന്നു. നിങ്ങൾ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട പാർട്ട്ണർ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു ബോധ്യത്തോടെ തന്നെ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആവാണ്. യൂണിവേഴ്സ് എങ്ങനെയാണോ ആ വ്യക്തിയെ കൊണ്ടുവരുന്നത്, എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോൾ വന്നാൽ മതി, ആ രീതിയിൽ വന്നാൽ മതി എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ധൃതി വെക്കുന്നില്ല. നിങ്ങൾ വേഗം തന്നെ നടക്കണം, അങ്ങനത്തെ ഒരു ധൃതിയും നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, നടക്കേണ്ട സമയത്ത് നടക്കട്ടെ എന്നുള്ള ആ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ചിലർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണർ, ഓക്കെ, നിങ്ങൾ എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണോ ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്വപ്നം നിങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയും നമുക്ക് മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് നിങ്ങൾ ആ ഒരു ജേർണിയിൽ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആണ് എന്ന് ഞാൻ പറയില്ല കേട്ടോ. സിംഗിൾ ആയിട്ടുള്ളവരിൽ ചിലർക്കാണ് ഈ ഒരു ഡിവൈൻ യൂണിയന്റെ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഓക്കെ, സിംഗിൾ ആയിട്ടുള്ളവരുടെ ഒരു കാര്യം കൂടെ പറയട്ടെ. കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഒക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് എസ്പെഷ്യലി വളരെയധികം ഒരു മാഗ്നറ്റിക് എനർജി അതിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇൻസൈഡ് ഔട്ട് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടും പവർഫുൾ ആയിട്ടും ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ
എന്താ പറയുക, പിന്നെ കൂടുതൽ സമയം നിങ്ങളുടെ കംഫർട്ട് സോണിലായിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എങ്കിൽ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ കൂടുതൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ഓക്കെ, പുറത്തൊക്കെ പോകുന്നു, ഓരോ ഒക്കേഷനും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു ഒക്കേഷന് ചേരുന്ന അനുസരിച്ച് പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുങ്ങിയൊക്കെ നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് 2 അല്ല, ഐ മീൻ കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക്, ഓക്കെ, ഞാൻ അങ്ങനെ 2 സെക്ഷൻ ആയിട്ട് പറയാണ്, അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ വരിക. കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക്, അതായത് മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ളവർക്ക് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ കുറച്ചൊന്ന് ഓവർവെൽഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായ പ്ലാൻ ഒക്കെ തയ്യാറാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ, അല്ലെ? ഒരു പക്ഷേ എന്താ പറയണ്ടേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മുകളിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ യൂണിവേഴ്സ് സർപ്രൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു കാരണം കൊണ്ട് വരാം. അതിനൊരു സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ഓവർവെൽഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. പക്ഷെ നിങ്ങൾ ട്രൂലി സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രൂലി അത് നിങ്ങൾ സർപ്രൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള ഒരു എന്താ പറയുക അക്നോളജ്മെന്റ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ത് തന്നെയാണെങ്കിലും അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടുന്നു. അതായത് നിങ്ങൾക്ക് ആ ഒരു ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, അതിനുള്ള ടാലന്റ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എനർജി വളരെയധികം മാഗ്നറ്റിക് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും ഒരു പെർമനന്റ് ചേഞ്ച് ആണത്. ഒരു എന്താ പറയാ, ഈ ഒരു മാറ്റം കുറച്ച് നാൾ ഉണ്ടായിട്ട് പിന്നെ തിരിച്ച് പഴയതിലേക്ക് പോവല്ല. ഇതാണ് നിങ്ങളുടെ ന്യൂ റിയാലിറ്റി. ആ ഒരു ലെവൽ ഓഫ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് സിംഗിൾസിന് സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മാരേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മാരേജ് ഫിക്സ് ആകാനുള്ള സാധ്യതയും മാർച്ച് മാസത്തിൽ കാണുന്നു. ഇനി കുടുംബ ബന്ധങ്ങൾ. അപ്പൊ കുടുംബ ബന്ധങ്ങളിലത്തെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2ന്റെ കുടുംബ ബന്ധങ്ങളിലത്തെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, കറന്റ്ലി നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും തമ്മിലുള്ള ഒരു എനർജിയാണ് ഞാൻ നോക്കുന്നത്. കാര്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് ചാലഞ്ചിങ് സിറ്റുവേഷൻ, അത് ചിലപ്പോൾ അതിന്റെ അവസാനം ആയിരുന്നിരിക്കാം. പക്ഷെ ഒരു എന്താ പറയണ്ടേ, ചില കണക്ഷൻസ് ഒക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് കെയോട്ടിക് ആയിട്ടുണ്ടാവാം, കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ടാവാം. നിങ്ങൾ ചില ആൾക്കാരൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ കോണ്ടാക്ട് നിങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് കാണുന്നു. അപ്പൊ ഇവിടെ നിങ്ങളുടേതായ രീതിയിൽ എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഈ റിലേഷൻഷിപ്സ്, ഈ ഒരു ഫാമിലി ആസ്പെക്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കുറച്ച് റെസ്റ്റ്ലെസ് അല്ലെങ്കിൽ പീസ്ഫുൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു, വളരെ കോൺഫിഡന്റ് ആയിട്ട്. ഓക്കെ, ഈ ഒരു കാര്യത്തില് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസിലൊക്കെ നിങ്ങൾ വളരെയധികം ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മെസ്കുലിൻ എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഡിസിഷൻസ് എടുക്കുന്നതും ആക്ഷൻസ് എടുക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, ഒരു വ്യക്തമായ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്. ഓക്കെ, ആരെയാണ് അടുപ്പിച്ച് നിർത്തേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ടവർ മൊമെന്റിന്റെ എനർജി കാണുന്നുണ്ട്. റീസെന്റ് എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ നിങ്ങൾ അപ്പാടെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നു. ഓക്കെ, ഇനി മാർച്ച് മാസത്തില് എങ്ങനെയായിരിക്കും നോക്കാം. മാർച്ച് മാസത്തിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സന്തോഷമൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ
ആഗ്രഹിച്ച മാറ്റം, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം, നിങ്ങൾ ബന്ധുക്കളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, അതിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റം, അത് നിങ്ങളുടെ റിയാലിറ്റി ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഒരു സമാധാനം നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ഒരു നല്ല സമയം, ഓക്കെ, ഒരു ബാലൻസ് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ഒരു സന്തോഷം, ഒരു എന്താ പറയണ്ടേ, സമാധാനം നിറഞ്ഞ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നു കേട്ടോ. അതൊക്കെ മാറിയിട്ട് കൂടുതൽ തൃപ്തിയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കുറെ കൂടെ സാറ്റിസ്ഫൈഡ് ആകുന്നു. നിങ്ങളെ ബന്ധുക്കൾ എങ്ങനെയാണ് നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങളെ ഫാമിലിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. വളരെ ഒരു പീസ്ഫുൾ എനർജി നിങ്ങൾക്ക് കൈവരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടും കാണുന്നു നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രണ്ട്ഷിപ്സ്. അപ്പോൾ ഗ്രൂപ്പ് 2ന്റെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് എനർജി എന്താണ്? ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ വളരെ നല്ല ഒരു പാർട്ട്ണർഷിപ്പ്, നല്ലൊരു എന്താ പറയണ്ടേ, ഒരു ടീം എഫേർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാവരും ഒരുപോലെ എഫേർട്ട് എടുത്ത് ആ ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടുതൽ നിങ്ങളിലേക്ക് ഡിപ്പെൻഡഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കൃത്യമായി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി കൊണ്ടായിരിക്കാം, നിങ്ങൾ കുറേ കൂടെ സ്പിരിച്വലി മറ്റുള്ളവരെ അപേക്ഷിച്ച് അവേക്കൻഡ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു നിങ്ങളിലേക്ക് ഇവരെ അട്രാക്ട് ചെയ്യുന്നതും അവർ ആ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങളോട് ചോദിച്ചു വരുന്നതിന്റെ ഒക്കെ റീസൺ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് 2 ഓഫ് വാണ്ട്സ് കാണുന്നുണ്ട്. എന്താ പറയണ്ടേ, ചില എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇടയിലൊക്കെ ആ ഇഷ്യൂസിനൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ ഈ കണക്ഷൻ കുറെ കൂടെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുമിച്ചുള്ള യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ, യെസ്, നിങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, മാർച്ച് 2026 ഗ്രൂപ്പ് 2ന്റെ സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും അവർക്ക് ഈ മാസം? ഓക്കെ, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പോൾ നിങ്ങൾ പൊതുവെ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല ഫ്രണ്ട്സുമായിട്ട്, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേം കൂടെ ഒരു അലൈൻമെന്റ് നിങ്ങളുടെയും ഫ്രണ്ട്സിന്റെ ഇടയിൽ എനർജറ്റിക്കലി നിങ്ങൾ കുറേ കൂടെ അലൈൻഡ് ആകുന്നതായിട്ട് കാണുന്നു. കുറേ കൂടെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സർപ്രൈസസ് ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നു. ഓക്കെ, നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേൺ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മൂവ്മെന്റ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. അണ്ടർലൈൻ എനർജി സൺ കാർഡ് ആണ്. നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു പിന്നെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും ബിഹേവിയർ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കുകയും അവർ അതനുസരിച്ച് പിന്നീട് വളരെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കും അവരുടെ ബിഹേവിങ് ആയിരിക്കുക. ഓക്കെ, അവർ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് പെരുമാറുക. അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ്. അപ്പോൾ വളരെ ക്ഷമയോടെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. പിന്നെ പൊതുവെ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു എനർജിയാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ കാണാൻ സാധിക്കുന്നത്. നല്ല നല്ല മൊമെന്റ്സ്, ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ്,
ഒരുപാട് തമാശകൾ ഒക്കെ, ഒരുപാട് സന്തോഷം, ആനന്ദം നിറഞ്ഞ സമയങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, യാത്രകളും ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും സാധ്യത കാണുന്നു. ഇനി ഇത്രയുമാണ് നിങ്ങളുടെ മാർച്ച് മാസവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസസ്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. ഗ്രൂപ്പ് 2 കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള ക്ലൂസ് എന്തൊക്കെയാണ്? അവര് 2026 മാർച്ച് മാസത്തിലേക്ക് ഉള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്, ഒരുപാട് ക്ലൂസ് ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ എന്താ പറയണ്ടേ, വീഡിയോ പോസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം വളരെ കുറച്ച് ക്ലൂസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട്. ഗ്രൂപ്പ് 1 ബുധനാഴ്ച തന്നെയാണ് കിട്ടിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ മാർച്ചിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ്, അതായത് ലെവലിലായിക്കോട്ടെ, ബുധനാഴ്ച തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി മാർച്ച് 31 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായി കാണുന്നുണ്ട്. 31 ആ ഡേറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ജന്മനക്ഷത്രമാണ്, ചിത്തിര നക്ഷത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനക്ഷത്രം ചിത്തിര ആയിരിക്കാം, അല്ലെങ്കിൽ പൂയം ആയിരിക്കാം. ഇനി നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. ഓക്കെ, ല, ആ, ഖ, ട, എ. ഓക്കെ, ഇത്രയുമാണ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. എന്നിട്ട് എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ സുന്ദരമായ ഒരു മാർച്ച് 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മാർച്ച് മാസം എങ്ങനെയാകും എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കറണ്ട് എനർജി എന്താണ്? Clarify the temperance. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് ആയിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഡിവൈൻ ടൈമിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ്, നിങ്ങൾ ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡെസ്പറേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കറൻ്റ്ലി നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്തുതന്നെയാണോ അതിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നതെന്ന് കാണുന്നു. അതായത് ഡിവൈൻ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി, പക്ഷേ ഹ്യൂമൻ സപ്പോർട്ട്, മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് നേരിടുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അവിടെ
ഒറ്റയ്ക്കാണ് എൻ്റെ അങ്ങനത്തെ ഒരു തോന്നലില്ല. ഈശ്വരൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് കൂടെയുണ്ട്, യൂണിവേഴ്സിനെ നയിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഈ മുന്നോട്ട് ഈ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. കുറേം കൂടെ ലൈഫിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി വേണം എന്ന് ആഗ്രഹിക്കുന്ന, അതിലേക്ക് എത്തുന്നതിന് എന്ത് ചെയ്യണം എന്ന് ഉള്ളതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി, എന്താ പറയാ, ക്ലാരിറ്റി ആവശ്യമാണ് നിങ്ങൾക്ക്. ആ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമാധാനം നിറഞ്ഞ ലൈഫിലേക്ക് എത്താനായിട്ട് സാധിക്കുക? ആ ഒരു കാര്യം, അങ്ങനത്തെ എന്താ പറയണ്ടേ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം എന്നൊക്കെ പറയാം. അപ്പൊ അതിലൂടെ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് പല അവസരങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലേത് ഓരോ മൊമെന്റിൽ നിങ്ങൾക്ക് ഓരോ ചോയ്സസ് ഉണ്ട്, 2 വഴികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് മുന്നിലേക്ക് വരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ വളരെ സമാധാനത്തോടെ അതിൽ ഏത് വഴിയാണോ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നത്, ആ വഴിനെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ധൃതിയും ഇല്ല. നിങ്ങൾ ആ ഒരു അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടക്കേണ്ട സമയത്ത് നടക്കട്ടെ എന്നുള്ള ആ ഒരു, എന്താ പറയണ്ടേ, ആ ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത് ഡിവൈൻ ടൈമിങ്ങിൽ ഡിവൈൻ പ്ലാൻ പ്രകാരം നടന്നിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സമാധാനം നിറഞ്ഞ ഒരു ജീവിതമാണ്. അതിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ അതിപ്പോഴേ ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും കൂടെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെയൊക്കെ നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹവുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതിനെ, നിങ്ങളുടെ പ്രിൻസിപ്പൾസും ഒക്കെ ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മാർച്ച് 2026 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിന്റെ എനർജി പൊതുവെ എങ്ങനെയായിരിക്കും? അവർക്ക് പൊതുവെ മാർച്ച് 2026 എങ്ങനെയാകാനാണ് സാധ്യത? Clarify the 5 of Swords. Queen of Cups ആണ് underlying energy. നിങ്ങൾ വളരെയധികം ഒരു ഇമോഷണൽ ഫുൾഫിൽഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഓക്കെ, യെസ്, കട്ട് ചെയ്തപ്പോൾ നോക്കൂ, എംപ്രസ് കാർഡ് ആണ് വന്നത്. അതിന്റെ താഴെ 4 of Swords ആണ്. ഓക്കെ, അപ്പോ അതായത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പീസ്ഫുൾ ലൈഫ് ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ ഒരു പീസ്ഫുൾനെസ്, ആ ഒരു റിലാക്സ്ഡ് എനർജി വരുന്നതായിട്ട് കാണുന്നു മാർച്ച് മാസത്തില്. നിങ്ങൾ ഹീൽഡ് ആകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു ഹീലിംഗ് ജേർണിയിലാണ്, എന്തെങ്കിലും ഹീലിംഗ് പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഹീലിംഗ് നിങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ആ ഹീലിംഗ് പ്രോസസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, അതിന്റെ ഫലം നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം, ജീവിതത്തിൽ ഒരു എന്താ പറയണ്ടേ, ഡെത്ത് ആൻഡ് റീബർത്ത് സിറ്റുവേഷൻ, അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ അനുഭവിക്കാൻ സാധ്യത കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിന്റ് ആയിരിക്കും മാർച്ച് മാസത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി കിട്ടുന്ന എല്ലാ സൈൻസ്, ഇൻറ്റ്യൂറ്റീവ്ലി കിട്ടുന്ന എല്ലാ എന്താ പറയണ്ടേ, അഡ്വൈസസ്, അതിനൊക്കെ സീരിയസ് ആയി കണക്കാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക, ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റൈറ്റ് പാത്തിൽ തന്നെ ആയിരിക്കുന്നതിനും റൈറ്റ് ആയിട്ടുള്ള എനർജീസ് അതേ റൈറ്റ് മൊമെന്റിൽ അട്രാക്ട് ചെയ്യുന്നതിനുമൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ, എന്താ പറയുക, ചില എൻഡിങ്സ് സംഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ച് പോകും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്നുള്ളത്. ഞാൻ അവിടെ നിങ്ങൾ ആ ഒരു അവസാനിച്ചു പോകുന്നതിൽ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും മാർച്ച് മാസം നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 കളക്ടീവ്സിന്റെ കറന്റ് എനർജി എന്താണ്? ഓക്കെ, അപ്പോ ഇവിടെ 8 of Wands നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് കാണുന്നുണ്ട്.
കരിയറിൽ ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ട്രാവൽ റീലൊക്കേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ചസ്, ഓക്കെ, വളരെ പെട്ടെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ ഓൾറെഡി അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു മാനിഫെസ്റ്റേഷൻ ഫേസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കരിയറിൽ, നിങ്ങൾ അതിനായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തതായിട്ട് കാണുന്നു. വളരെ ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയുടെ ഭാഗമായതായിട്ട് കാണുന്നു. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഒരു പരിശ്രമം ചെയ്യുമ്പോഴും അതിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അതേപടി നേടിയെടുക്കുന്ന ഒരു എനർജി. ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ ഫേസ് ആണ് ഞാൻ നിങ്ങളുടെ കരിയറിൽ ഇപ്പൊ കാണുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇൻ ദ സെൻസ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്, ഒരു കാലതാമസമൊന്നും ഇല്ലാതെ. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും കരിയർ എന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3യുടെ മാർച്ച് മാസം എങ്ങനെയാകും? കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3യുടെ മാർച്ച് മാസം എങ്ങനെയാകും? മാർച്ച് മാസത്തില് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ട്രൂ പവറിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മാസമാണ് മാർച്ച് മാസം. ഓക്കെ, ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി അതാണ് നിങ്ങൾ എംബോഡി ചെയ്യുന്നത്. നിങ്ങൾ വളരെ ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളെ തേടി ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ കരിയറിലുള്ളത്, അത് ചെറിയ ആഗ്രഹങ്ങളായിക്കോട്ടെ വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, ഒന്നിന് പിറകെ ഒന്നായിട്ട് അതൊക്കെ ഫുൾഫിൽഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന, ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കരിയറിൽ നിങ്ങൾക്ക് മാർച്ച് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർച്ച് മാസം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് മാർച്ച് മാസം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് എടുത്താൽ പോലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഭാഗ്യം നിങ്ങൾ നല്ലോണം തുണയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും മറ്റൊരാൾക്ക് ദ്രോഹം വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി കരിയറിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഏറ്റവും നല്ല മാസമാണ്. എന്തായാലും ആ ഒരു വിഷ് ഫുൾഫിൽമെന്റ് കാണുന്നു. നിങ്ങൾ വളരെയധികം കരിയറിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ തേടി നല്ല വാർത്തകൾ വരുന്നു. നിങ്ങളെ തേടി ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നു. ഒരു സംതൃപ്തി നിറഞ്ഞൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കരിയറിലായിരിക്കുക ഈ മാർച്ച് മാസത്തിൽ. ഓക്കെ, ഇനി നമ്മൾ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉള്ള കറണ്ട് എനർജി എന്താണ്? സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, അത് എന്താ പറയേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ അതിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കും. അപ്പോൾ എനർജറ്റിക്കലി നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു 10 of Pentacles എനർജി, വെൽത്ത് ക്രിയേഷൻ എനർജി, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഇപ്പോൾ റൈറ്റ് നൗ. ഓക്കെ, പക്ഷെ നിങ്ങൾ വിചാരിച്ച സ്പീഡിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നു. ഇനിയും ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനത്തെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു 10 of Pentacles എനർജിയിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസസ് ഇൻവോൾവ് ആണ്. അപ്പൊ അതായത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു ജേർണിയിൽ മുന്നോട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ ഇതില് യൂണിവേഴ്സ് ഒരുപാട് സർപ്രൈസ് നിങ്ങൾക്ക് ആയിട്ട് കരുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ല, ഈ നിങ്ങൾ ആ ഒരു
നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട് കാണുന്നു. കുറേം കൂടെ എന്താ പറയാ, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളെ അതും നടക്കുന്നുണ്ട്. അതായത് പാരലലി ആണ്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ റിസ്ക് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സ്പെസിഫിക് എന്താ പറയാ ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് നേടിയെടുക്കുന്നതിന് കുറച്ച് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് വൃത്തിയായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലാണോ ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഇതിലൂടെ നേടാൻ സാധിക്കുമോ ഇല്ലയോ, എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്, അതിലേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ അതിനെ വേണമെന്നോ വേണ്ടാന്നോ വെക്കുന്നത്. അപ്പൊ ഒരു എന്താ പറയാ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ആണ്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നിങ്ങൾ ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണേ. ഇനി മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കാം. ഗ്രൂപ്പ് 3 കളക്റ്റീവിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും? ഇപ്പൊ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം, കാര്യമായ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ തന്നെ, അതായത് നിങ്ങൾ ചില എനർജീസ് സാമ്പത്തികമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉള്ളതായിരിക്കാം, വൂൺസ്, ട്രോമാസ് ഒക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള അൺവാണ്ടഡ് എനർജീസിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്, ആ എനർജി ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നു. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള എനർജീസിനെ ഇനി പ്രോത്സാഹിപ്പിക്കാതെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അതേസമയം ഭാവിയെ വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ചെറിയ രീതിയിലാണെങ്കിലും പ്രോഗ്രസ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഗ്രാജുവലി നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് തന്നെയാണ്, പക്ഷെ പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കില്ല. ഇനി നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിലെ സിംഗിൾസിന്റെ കറണ്ട് എനർജി, നിങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ളവരുടെ കറണ്ട് എനർജി. ഇപ്പം സിംഗിൾ ആയിട്ടുള്ളവര് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആവശ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൂൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമാസ് ഒക്കെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നുണ്ടായിട്ടുണ്ട്, മുന്നത്തെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഹീൽ ചെയ്യുന്ന അതിൽ നിന്നൊക്കെ ഹീൽ ചെയ്ത് കുറേം കൂടെ പ്രണയത്തിന് പക്വതയോടെ നോക്കിക്കാണുന്ന, പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു എനർജിയിലാണ് സിംഗിൾ ആയിട്ടുള്ളവരുടെ ഒരു അവസ്ഥ ഇപ്പോ. അവർ വളരെ ഗ്രൗണ്ടഡ് ആണ്, അവർ പ്രസന്റ് മൊമെന്റിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞു പോയതിനെ ഉപേക്ഷിക്കാനുള്ള ആ ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഡിറ്റാച്ച്മെന്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, റിലീസിങ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആക്ഷൻസ് എടുത്തുകൊണ്ട്, മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, ആക്ഷൻസ് എടുത്തുകൊണ്ട് യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് സിംഗിൾസിന്റെ കാണാനായിട്ട് സാധിക്കുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് അഗെയിൻ കുറേം കൂടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേം കൂടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നു. നിങ്ങൾ കുറേം കൂടെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങുന്നു. വേണമെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ നിങ്ങൾക്കായിട്ട് അധികം സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ ഇൻഫീരിയർ ആയിട്ടായിരുന്നിരിക്കാം.
പക്ഷെ നിങ്ങളിപ്പോ റിയലൈസ് ചെയ്യാണ് പല അനുഭവങ്ങളും, പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അവിടെ ആയിരുന്നു അതിന്റെ മെയിൻ അതാണ് മെയിൻ കോസ് ആയിരുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളെ ഹെൽത്തി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും സപ്പോർട്ടും നൽകുമ്പോൾ ചുറ്റുമുള്ളവരും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുകയും ഓക്കെ ഇമോഷണലി ഈ സിറ്റുവേഷനെ നോക്കി കാണാതെ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ ആകാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരികയാണ്. നിങ്ങളെ ഏറ്റവും ഹെൽത്തി ആയിട്ട്, ഏറ്റവും നിങ്ങൾക്ക് അത്രയും സ്നേഹവും കരുതലും ഒക്കെ നൽകിക്കൊണ്ട് സ്വയം പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ഹെൽത്തി കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വളരെ പോസിറ്റീവ്ലി എന്താ പറയുക എഫക്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കുറെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെൽഫ് ലവ് ആയിരുന്നു. അപ്പൊ ആ സെൽഫ് ലവ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടുന്ന ഹീലിങ്സ് ഞാൻ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ, കുറെ ഇഷ്യൂസിനെ എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ഇഷ്യൂസിനെ നമുക്ക് സ്വാഭാവികമായിട്ട് അത് ഇല്ലാതാകും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയാണ്. ഓക്കെ, വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു മെച്ചോറിറ്റി അത്രയുമുള്ള ഒരു എന്താ പറയണ്ടേ ഒരു കാഴ്ചപ്പാടാണിത്. അങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്നൊന്നായി അവസാനിക്കുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മാർച്ച് മാസത്തില് മാർച്ച് മാസത്തില് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അണ്ടർലൈങ് എനർജി എംപറർ എനർജി ആണ്. നിങ്ങൾ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ സിംഗിൾസ് ആയവര് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടുന്ന ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് തടസ്സം നിൽക്കുന്ന, അതിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ മുന്നിലായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആയി നിൽക്കുന്ന, ചാലഞ്ചിങ് ആയി നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു, ഡിറ്റാച്ച്ഡ് ആകുന്നു. അങ്ങനെ വളരെ മെച്ചോർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് നിങ്ങൾ അങ്ങനെ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മാർച്ച് മാസത്തില് എന്തൊക്കെ തടസ്സങ്ങളാണോ നിങ്ങൾക്ക് ഈ ജന്മത്തില് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കണ്ടെത്തിയിട്ടുള്ള നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനും ഇടയില് നിങ്ങളുടെ ആ യൂണിയന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, ആ എനർജീസിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാണ്, നിങ്ങൾ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റുമായിട്ട്, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ ഡിവൈൻ യൂണിയനിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ റെഡി ആവുന്നു കംപ്ലീറ്റ്ലി. ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുന്നു. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ എനർജീസും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്നുണ്ട്. കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുന്നു, നിങ്ങൾ ഫ്രീ ആകുന്നു. ഈ അൺവാണ്ടഡ് എനർജീസിൽ നിന്ന്, നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നുണ്ട്. ഇനി കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തില് നിങ്ങൾക്ക് ഒരു വ്യത്യാസം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, റീബർത്ത് എനർജിയാണ്. ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റി, ആ ഒരു എന്താ പറയണ്ടേ ലവ്, ഒരു സപ്പോർട്ട്, കെയർ, ഇതൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫ് കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ടും, നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിലുള്ള കെമിസ്ട്രി വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ടും, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് ഇനി അങ്ങോട്ട് ലോങ് ടേം സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിരിക്കും എന്ന കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. കാരണം ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങളുടെ ആ റിലേഷൻ, നിങ്ങളിപ്പോ കറന്റ് ഡീൽ ചെയ്യുന്ന റിലേഷൻ ഒരു ടോക്സിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അതിലൊരു മാറ്റം വരുന്നില്ല, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനനുസരിച്ച് ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കുക മാത്രമല്ല, അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നതിലൂടെ, അത് അവസാനിപ്പിച്ച് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ശരിയായ പാർട്ട്ണർ ആരാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോങ് ടേം സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി ഫാമിലി ലൈഫ് തരാൻ പ്രാപ്തിയുള്ള വ്യക്തി ആരാണോ അവരിലേക്ക് നിങ്ങൾ അലൈൻഡ് ആവണം, അവരുമായിട്ട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആവാണ്. ഇനിയുള്ള നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുന്നതിനാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും അയക്കുക മാർച്ച് മാസത്തിൽ. നിങ്ങളൊരു പ്രോ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ടുള്ള എനർജീസിനെ മാറ്റി നിർത്തുന്നതിനും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നതിനെ അത് പോകാൻ നിങ്ങൾ അനുവദിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കുറച്ചും കൂടി നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ അൺവാണ്ടഡ് എനർജീസ് ഒക്കെ പോകുന്നതിന്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നതിന് കുറേ കൂടെ ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പറയണേ, നിങ്ങൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടോ അങ്ങനെയൊന്നുമല്ല നിൽക്കണം. നിങ്ങൾ വളരെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിൽ കുറഞ്ഞത് ഒന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാൻ നിങ്ങൾ ഒരുക്കല്ല. ആ ഒരു ദൃഢനിശ്ചയത്തോടെയാണ് നിങ്ങൾ ആയിരിക്കുക. അതാണ് നമുക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, ഇനി നിങ്ങളുടെ ഫാമിലി ലൈഫ് അതെങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് കറണ്ട് എനർജി എന്താണ്? ഓക്കെ, അപ്പോ നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല്, ഓക്കെ, ഇപ്പൊ ഒരു ടവർ മൊമെന്റ് സിറ്റുവേഷനാണ് കടന്നു പോണേ. അപ്പൊ ചില ബന്ധങ്ങള് അപ്പാടെ അവസാനിക്കുകയാണ്. അത് അവസാനിച്ച് തന്നെ പോണേ, കാരണം ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ബന്ധത്തിൽ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച്, അപ്പൊ നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് തിരിച്ചെടുക്കാത്ത, നിങ്ങൾ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ചൂഷണം ചെയ്യുന്ന സകല ബന്ധുക്കളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. സകല ബന്ധങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഒരു ചാൻസ് ഇല്ല. ക്ഷമിച്ച് വീണ്ടും ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷനേ ഇല്ല. നിങ്ങൾ അത് ഉപേക്ഷിച്ച് പോകുന്നു. ഓക്കെ, ഉപേക്ഷിച്ച് പോകുക മാത്രമല്ല, അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നതോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹവും കരുതലും തരാൻ പ്രാപ്തിയുള്ള നിങ്ങളുടെ ബന്ധുക്കളുണ്ട്. അങ്ങനത്തെ കുറച്ച് പേരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു എനർജി. അപ്പൊ കുറെ ബന്ധങ്ങൾ അവസാനിച്ചു പോകുന്നു, ചില ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ടവർ മൊമെന്റ് റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. ഇനി എന്താണ് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു ഫാമിലി സിറ്റുവേഷനിൽ അനുഭവിക്കാൻ സാധ്യത എന്ന് നോക്കാം. ഓക്കെ, മാർച്ച് മാസത്തില് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട്, വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം, കുറേം കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള, കുറേം കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, അങ്ങനത്തെ ആ ഒരു സ്റ്റാറ്റസിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ഒരു പ്രഗ്നന്റ് ആവാനുള്ള ഒരു സാധ്യത, അപ്പൊ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിന്റെ ഒരു സാധ്യത കാണുന്നു. ഓക്കെ, എനിക്ക് കൂടുതലും അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്, ഒരു പ്രഗ്നന്റ് ആവുക അങ്ങനത്തെ. ഓക്കെ, അങ്ങനെ ഒരു പുതിയ ആള് ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം, ഡിപ്പെൻസ്. പിന്നെ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഫാമിലിയിൽ ആരുടെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഓക്കെ, റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് സിംഗിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ മാരേജ് ഫിക്സ് ആവുക, അങ്ങനെ പുതിയ ആൾക്കാർ, പുതിയ ബന്ധുക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അങ്ങനത്തെ ലോങ് ടേമിലേക്കുള്ള ബന്ധുക്കൾ, ഓക്കെ, ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. വളരെ അബണ്ടന്റ് ആയിട്ടുള്ള, വളരെ ഒരു
സന്തോഷവും സമാധാനവും നിറഞ്ഞ വളരെയധികം എന്താ പറയേണ്ട ഒരു ആനന്ദം നിറഞ്ഞ ഒരു എനർജി. അതാണ് നിങ്ങളുടെയും ബന്ധുക്കളുടെ ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മാർച്ച് മാസത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ പറഞ്ഞ പോലെ വളരെ റിലാക്സ്ഡും ആയിരിക്കും. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെയും റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ അവരുടെ ഇടയിൽ ഈ മാർച്ച് മാസത്തിൽ സംഭവിക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ സെൻസ് കൂടുതൽ ത്രൂ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ഒക്കെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു എനർജി എനിക്ക് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അത് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ട്രാൻസ്പാരന്റ് ആയിട്ട്, കൂടുതൽ എന്താ പറയേണ്ട, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതും അങ്ങനെ ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു വളരെ നല്ലൊരു എനർജി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ കാണുന്നു. പൊതുവെ ഒരു വളരെ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമാണ് നിങ്ങളുടെയും ബന്ധുക്കളുടെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ കാണാനായിട്ട് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹത്തിന് ഒരു സാധ്യത അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ഒരു സാധ്യത സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ഇനി സൗഹൃദങ്ങൾ. അപ്പൊ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ സൗഹൃദത്തെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരോടെങ്കിലും ഒരു പ്രണയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്കും തിരിച്ച് അതേ രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലേക്ക് പരസ്പരം നിങ്ങളൊരു കമ്മിറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്ന ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രോഗ്രസ് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഓൾറെഡി ഒന്നില്ലെങ്കിൽ അത് എന്താ പറയണ്ടേ, യെസ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ. അല്ല, ഇനി റിലേഷൻഷിപ്പ് അല്ലാത്തൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സ്. നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളായിട്ട് എനർജറ്റിക്കലി അലൈൻ ചെയ്ത് നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുന്നുണ്ട്. നിങ്ങൾ പരസ്പരം വളരെയധികം റെസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല വളരെയധികം ഒരു പ്രോഗ്രസ് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കണക്ഷൻ കൂടുതൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കണക്ഷൻ കൂടുതൽ സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നു. ഇനി മാർച്ച് മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് നോക്കാം. ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് 2026 അവർക്ക് എങ്ങനെയാകും? Clarify the Eight of Swords. Clarify the Ten of Wands. അപ്പോ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയണ്ട, മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ നിങ്ങളുടെ ചില ഫ്രണ്ട്സിൽ ചിലവരായിട്ട് നിങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തൊക്കെയോ സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കണക്ഷനെ കുറിച്ചിട്ടാണ് പ്രത്യേകം പറയുന്നത്. അത്തരം റിലേഷൻഷിപ്പില് ആ ഒരു എന്താ പറയണ്ടേ, വ്യക്തത ഇല്ലായ്മ അവസാനിക്കുകയാണ്. അപ്പൊ അതായത് സത്യം എന്താണോ അത് അവർ ഒന്നില്ലെങ്കിൽ അവരായിട്ട് തന്നെ കൺഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ അപ്പോ ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതോടുകൂടെ, സത്യം പുറത്തു വരുന്നതോടുകൂടെ ചില ബന്ധങ്ങള്, ആ സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നു, ചില സൗഹൃദങ്ങൾ അവിടെ അവസാനിക്കുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സൗഹൃദങ്ങള് ചിലല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കള് നിങ്ങളിൽ കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നതിന് അവരായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സുഹൃത്ത് ബന്ധങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളത് മാർച്ച് മാസത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ അത് അവസാനിപ്പിക്കുകയാണ്.
നിങ്ങൾ ആ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. നിങ്ങളുടെയും അവരുടെയും ചിന്തിക്കുന്ന രീതികളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇതൊരിക്കലും വർക്ക്ഔട്ട് ആവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാകില്ല എന്ന് കണക്ട് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളൊരു ഡിസ്റ്റൻസ് ആ വ്യക്തിയുടെ ഇടയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെയധികം, അപ്പൊ നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടാലും ചിലപ്പോൾ ഈ വ്യക്തികളൊക്കെ നിങ്ങളോട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ബൗണ്ടറീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങളുടെ എനർജി, നിങ്ങൾ വളരെ ഒരു മാഗ്നറ്റിക് എനർജിയിലായിരിക്കും എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം എന്താ പറയണ്ടേ, ആ ഒരു 9 ഓഫ് കോയിൻസ് പറയുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഒരുപാട് എൻജോയ്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ചില സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലൈൻഡ് ആയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവരൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു, നല്ല നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അലൈൻഡ് അല്ലാത്ത ചില സുഹൃത്തുക്കളുണ്ട്, നിങ്ങളെ ഒരു ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിലേക്ക് കൊണ്ടുപോകുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അതൊന്നുകിൽ അവസാനിക്കുകയാണ്, അത് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജി മാഗ്നറ്റിക് ആയി നിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത കുറവാണ്. അവർ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം നിലനിർത്താനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അല്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഇപ്പോഴാകുമ്പോൾ അത് വളരെ പീസ്ഫുൾ ആയിട്ട് അതങ്ങ് അവസാനിപ്പിച്ച് പൊക്കോളും. നിങ്ങളുടെ ആ ബൗണ്ടറി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ മാർച്ച് മാസത്തെ കുറിച്ച് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് അവരുടെ മാർച്ച് മാസത്തിലേക്ക് യൂണിവേഴ്സിന് നൽകാനുള്ളത്. ഓക്കെ, നമുക്ക് 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൃശ്ചികം, ധനു. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനന മാസമായിരിക്കാം, അല്ലെങ്കിൽ ഈ 2 മലയാള മാസങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ, അതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസങ്ങളായിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ്, ഒരു ഡേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 21st. ഈ 21st മാർച്ച് മാസം 21ാം തീയതി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ള, ൽ, ജ. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നാളുകളാണ്, നക്ഷത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ചോതി, മകയിരം, തിരുവാതിര. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജന്മനക്ഷത്രം ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു മാർച്ച് 2026 ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു.